എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ അത്ഭുതപ്പെടുത്തിയെന്നല്ല, ആ സന്ദർഭം എനിക്കറിയില്ല. ഈ ഫോട്ടോയുടെ ഒരു സാഹചര്യം, ഇത് സാറ് വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തതാണ്. സാറിന്റെ 60th ബർത്ത്ഡേ. അതെ, നമ്മളെ എന്താ പറയുക, ഷഷ്ടിപൂർത്തി. അതിന്റെ വീട്ടിലെ ഫംഗ്ഷനാണ്. അപ്പൊ അതിൽ ഇൻവൈറ്റ് ചെയ്ത വെരി ഫ്യൂ പീപ്പിളില് എന്നെയും വൈഫിനെയും മക്കളെയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ കൗതുകമാണ് എന്നെ ഈ ഫോട്ടോ കാണിക്കാൻ കാരണം പൊതുവേ അങ്ങനെയുള്ള പരിപാടികളൊന്നും അദ്ദേഹം അധികം ഗ്രൂപ്പുകളിലൊന്നും അദ്ദേഹം കൊണ്ടുവരാറില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ജീവിതത്തിലെ വലിയൊരു നിർണായക ഘട്ടത്തിലേക്ക് റിയാസിനെ വിളിച്ചത് എന്തുകൊണ്ടായിരിക്കാം? കുടുംബസമേതം. അതിന്റെ കാര്യം രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ഉമ്മയുടെ അമ്മ രചന അമ്മയായിട്ട് കുറെ പ്രത്യേകം. പിന്നെ എന്നെക്കാളും മുമ്പ് വൈഫിന് അറിയാം. വൈഫിനായിട്ട് അറിയാം. ഇത് എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എടുത്ത് മടി വെച്ച പോലെ മടിയിരുന്ന് വളർന്നതാണ് എൻ്റെ വൈഫ്. ഓക്കെ, വൈഫ്. പിന്നെ രജനി സാറിന്റെ വൈഫ് ഉണ്ടല്ലോ, വൈഫ്, ഞങ്ങൾ ജില്ലുമ്മ എന്നാ വിളിക്കണം. ജില്ലുമ്മ എന്നാ വിളിക്കണം. അവർക്ക് രാഘവേന്ദ്ര മണ്ഡപം, അത് ഇത് ഇഷ്ടംമാതിരി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വൈഫിന്റെ ജില്ലുമ്മയുടെ ഏറ്റവും പെറ്റായിട്ടുള്ള ഒരു കുറേ കുട്ടികളിൽ ഒരു കുട്ടിയാണ് എൻ്റെ വൈഫ്. അപ്പൊ ഞങ്ങൾ പ്രേമിക്കുന്ന കാര്യം ആദ്യം പറയണത് ഇവരോടാണ്, സാറിന്റെ വൈഫിനോടാണ്, സാറിന്റെ വൈഫിനോടാണ്. ഓക്കെ, അവരാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഞങ്ങൾ തമ്മിൽ പ്രേമാണ് വിളിച്ചത് അവരാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവർ വിളിച്ച് എന്നെ, ഞാൻ പോയി. അപ്പോൾ രജനി സാറിൻ്റെ ഒരു ഷോ നടക്കുകയാണ്, സിംഗപ്പൂർ ഷോ. അപ്പോൾ അതിന് കുറേ റിഹേഴ്സലും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യാനും എന്തൊക്കെ ചെയ്യാനും വൈഫ് അവിടെ ഉണ്ട്, ഷോയിലുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് രജനി സാറിൻ്റെ വൈഫ് ജില്ലുമ്മ പറഞ്ഞാണ്, ഇത് എൻ്റെ മോളാണ്, മോളെ നല്ലോണം നോക്കിക്കോണം, കല്യാണം ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു മുഖ്യ കാരണമാണ് ഞങ്ങളുടെ കല്യാണത്തിന്. അതുകൊണ്ടാണ് അവരുടെ ഷഷ്ടിപൂർത്തിക്ക് ഞങ്ങൾ രണ്ടുപേരും ഫാമിലിയായിട്ട്, ഞാൻ, വൈഫ്, 2 മക്കളെയും വിളിച്ചതെന്ന് വെച്ചാൽ ദേ ആർ വെരി ഹാപ്പി. കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അവര് ആ സന്ദർഭത്തിൽ ഈ ഫാമിലി അവിടെ ഉണ്ട്, അതെല്ലാവരും ഉണ്ട്, ധനുഷുണ്ട്, അവരുണ്ട്, എല്ലാവരും ഉണ്ട്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. വേറൊരു ഭാഗ്യം കിട്ടിയത് ഈ പടം ഈ ബാബ മോശമായിരുന്നെങ്കിലും അദ്ദേഹം അഭിനയിച്ച മുത്തു എന്ന് പറയുന്ന പടം ആണ്. ആ മുത്തുവിനെ ജപ്പാൻ ഭാഷയിലേക്ക് അല്ലേ ആണ് അതിനകത്ത് വേഷം ചെയ്തിരുന്നു. അതിനകത്ത് ശരത് ബാബു സാർ ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. ശരത് ബാബു, രജനി സാർ പുള്ളിയാണല്ലോ, അതേപോലെയാണ് അതില്. ജാപ്പനീസ് ആക്ടർ രജനി സാറിന്റെ ചെയ്തു. അപ്പൊ അവർക്ക് ഒരു ഇന്ത്യൻ ആക്ടർ തന്നെ മറ്റേ വേഷം ചെയ്യണം. പക്ഷെ അവർ ഷൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ മുത്ത് അവിടെ ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ അവർ ഷൂട്ട് ചെയ്യുന്നത്. സോ അവർക്ക് വേണം. പക്ഷെ ശരത് ബാബു സാറെ വേണ്ട, വേറൊരു രൂപത്തിലുള്ള, വേറൊരു യങ് ആയിട്ടുള്ള, വേറൊരു ആക്ടിവിറ്റി ഉള്ള വേറൊരാൾ വേണം. അപ്പോൾ അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. അത് വലിയൊരു ഭാഗ്യമാണ്. ജാപ്പനീസ് വെച്ചാൽ സാറാണ് ആദ്യം ജപ്പാനിൽ നമ്മളെ ഇന്ത്യൻ മൂവീസിൻ്റെ മാർക്കറ്റ് വരുത്തിച്ചത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ബാബയിലും ചാൻസ് കിട്ടിയത് ബിക്കോസ് ഓഫ് കമൽഹാസൻ സാർ. ഈ ആളവന്തം കഴിഞ്ഞാണ് ബാബു വരണം. അപ്പൊ ആളവന്തൽ ഞാൻ പെർഫോം ചെയ്യുന്ന കാര്യം സാറാണ് പോയി പറയണത് അവിടെ. അത് ഭയങ്കര ഭയങ്കര വേറൊരു ലെജൻഡിനോട് പറയാണ് ഇവനെ ഇടാൻ. അപ്പൊ പറഞ്ഞ് രജനി സാർ അപ്പടിയാ ഞാൻ പോണേ എന്നെ വിളിക്കുകയാണ് അരുണാചല സ്റ്റുഡിയോ. പക്ഷെ രണ്ടുപേരും ഒരേ ഡയറക്ടറാണ്, സുരേഷ് കൃഷ്ണ സാറാണ്. സോ സുരേഷ് കൃഷ്ണ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് കൃഷ്ണ രണ്ടും. അപ്പോൾ അത് ആ സ്വപ്നം അങ്ങനെ നടന്നു. എന്തോരം ഭാഗ്യങ്ങളല്ലേ. ഫുൾ ഓഫ് സർപ്രൈസുകളാണ് ജീവിതം തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആകാൻ കൊതിച്ചത് ആ സ്ഥലത്തേക്ക് ദൈവം ഇങ്ങനെ ഓരോന്നായിട്ട് സൗഭാഗ്യങ്ങൾ എടുത്ത് കൈവച്ച് തരിക. സുരേഷ്, ഞാൻ അഭിനയം തുടങ്ങിയതും ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നില്ലേ, ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ കണ്ണുപൂട്ടി തുറന്നപ്പോൾ ഇത്രയായിപ്പോയി. ഇത്രയും കഴിഞ്ഞുപോയി. ഇത് ഈ ഒഴുക്കിൽ ഞാനിങ്ങനെ എന്നെ തള്ളിക്കൊണ്ട് പോയതാണോ എന്താണെന്ന് എനിക്കൊരു ഇതില്ല. ഒരു ചെറിയ ഒരു ആരോപണം അടുത്തിടെ റിയാസിനെതിരെ ഉന്നയിച്ചു. ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞിട്ട് ആരെയും വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നും തയ്യാറല്ല. അതിങ്ങനെ ഒരു ഫോൺ വിളിച്ചിട്ട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണമാണ്. ഹേമ കമ്മിറ്റിയിലൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ടായി. പക്ഷേ ആ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും റിയാസിനെതിരെ പ്രതികരിക്കാനോ ഒന്നും സത്യമില്ലാത്തതുകൊണ്ടാണ്. സീരിയസ് ആയിട്ട് നമുക്കത് ആരാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഇത്രയും 34 വർഷം ഷൂട്ടിംഗ് സ്പോട്ടിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ അവരാദ്യം പറഞ്ഞത് അവർ അറിയാതെ പറഞ്ഞാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറയിപ്പിച്ചാണോ എന്ന് അതിനെ അറിയില്ല. പക്ഷെ അവരാദ്യം പറഞ്ഞത് ഈ ഇടയ്ക്ക് അവർക്ക് ഐ തിങ്ക് അവർക്ക് എൻ്റെ പേര് പോലും അറിയില്ലെന്ന് തോന്നുന്നു.
ഈ ഇടയ്ക്ക് അടിച്ചു കയറി വാന്ന് പറഞ്ഞ് ഫേമസ് ആയ ഒരാളില്ലേ എന്നാണ് പറയണത്. എന്നിട്ടാണ് പറയണത്. പിന്നെ അവര് ഏത് വർഷമാണ്, എപ്പോഴാണ്, ഏത് ഫോണാണ്, എപ്പോഴാണ്, എനിക്ക് ഒരു ഐഡിയയിൽ കൊടുത്തില്ല. പിന്നെ ഞാൻ അതിന്റെ പിന്നിൽ ഞാൻ പോയില്ല. പക്ഷേ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതാണല്ലോ ലൈഫിൽ വലുതെങ്കിൽ അതല്ല വലുത്. അതിനേക്കാളും കുറേ വലിയ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഞാൻ അതിലേക്ക് പോയില്ല. പിന്നെ അവർ പറയണ ഏത് കാലഘട്ടമാണെന്ന് അറിയില്ല. അവർ പറയണ, ഞാൻ അസ്യൂം ചെയ്തത് അവർ പറയണത് ഓൾമോസ്റ്റ് കോവിഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെന്ന് തോന്നുന്നു. 2019 ഞാൻ മണിരത്നം സാറിന്റെ പൊന്നിയിൻ സെൽവൻ തായ്ലാൻഡിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 4 വർഷം സിനിമയില്ല. തമിഴ്നാട്ടിൽ ഇല്ല. തമിഴ്നാട്ടിൽ നോ ഫിലിം, നത്തിങ് വാസ് ടേക്കൺ. മലയാളം പിന്നെയും ഇടയ്ക്ക് തുടങ്ങി. അങ്ങനെ തുടങ്ങി വന്ന് ജോയിൻ ചെയ്താണ് ആറാട്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അവർ പറയണമെന്ന് അറിയില്ല. ബട്ട് ഐ എം സ്റ്റിൽ ദർ. ഇഫ് ഷീ പ്രൂവ്സ് ഇറ്റ്സ് ഫൈൻ. എല്ലാവർക്കും അറിയാം. എൻ്റെ അമ്മ കാണുന്നു, എൻ്റെ വൈഫിൻ്റെ അമ്മ കാണുന്നു, എൻ്റെ മക്കൾ കാണുന്നു, എല്ലാവരും കാണുന്നു. ഇറ്റ്സ് സാഡ് ആക്ച്വലി. സങ്കടമാണ്, സാഡ്. പിന്നെ ഇപ്പോൾ ഇത് ആ വേദന ഞാൻ മാത്രമേ അനുഭവിക്കുള്ളൂ. ഫൈൻ. ഇപ്പോൾ ആൾക്കാരെന്തും പറയാം, എന്നും ചെയ്യാം. പക്ഷെ ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. സത്യം അങ്ങനെ സംഭവില്ല. തമിഴ്നാട്ടിലും അതുപോലെ മലയാളത്തിലും. ഇവിടെ മലയാളത്തിൽ താരസംഘടനയുണ്ട്, നടികർ രണ്ടിടത്തും അംഗത്വമുള്ള ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. വെച്ചാൽ നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നമ്മൾ എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണത്. അവിടെ പിന്നെ വലുതും ചെറുതൊന്നുമില്ല. എല്ലാവരെയും കാണുക, എല്ലാവരോടും നമ്മളുടെ കാര്യങ്ങൾ പറയും. പിന്നെ അവിടെ സിനിമ പറയാറില്ല. കാരണം ദർ ഇസ് നോ സിനിമ ദർ. വീട്ടുകാര്യങ്ങളും പ്രശ്നങ്ങളും എന്താണ് ഇത് മറ്റേത് അങ്ങനെ ലൈഫിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ആ ഒരു സംഭവം, ആ ഒരു മൂമെൻറ്റ് വരുമ്പോൾ അത് ഭയങ്കര ഹാപ്പി. ഇതാണ് മിക്കവാറും ഞാൻ എപ്പോഴും ഓടിയെത്താൻ നോക്കും. ചിലപ്പോൾ എത്താൻ പറ്റും. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാനും വൈഫും വന്നു. ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ഇവിടെ വന്നു. പൊള്ളാച്ചിലായിരുന്നു ഷൂട്ടിങ്. പ്രഭുദേവയുടെ അവിടെ പൊള്ളാച്ചി ഷൂട്ടിംഗ് ആണ്. ജനറൽ ബോഡി മീറ്റിംഗ് വന്ന് പേട്ടറാപ്പ് വന്ന് അവിടുന്ന് വണ്ടി എടുത്ത് കാറെടുത്ത് ഇങ്ങോട്ട് പോകുന്നു മീറ്റിംഗ് വന്നു. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ ഒരാളെ വിട്ടുപോയി, മനഃപൂർവ്വം വിട്ടുപോയതല്ല, അവസാനം ചോദിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്താ നമ്മുടെ ദിലീപിൻ്റെ ഒരുപക്ഷെ പിന്നെ നമ്മുടെ റിയാസിൻ്റെ ഒരുപാട് പടങ്ങളുടെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ എല്ലാം ഭാഗം പിന്നെ ദിലീപായിരുന്നു നായകൻ. ഓക്കെ, നായകൻ പിന്നെ കൊച്ചിരാജാവ്, ജൂലൈ 4, സ്പീഡ്, അങ്ങനെ കുറേ ഉണ്ട്. അതില്ലാതെ പുള്ളിയോട് കുറേ ഗസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പിന്നെ ദിലീപുമായിട്ട് ബന്ധമുണ്ടോ, അതോ ദിലീപ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചെറിയ അടക്കം പറച്ചിലുകളുണ്ട്? റെക്കമെൻഡ് ഒന്നുമല്ല. ക്യാരക്ടറിന് വേണ്ടി പുള്ളി വിളിക്കുകയാണ്. റെക്കമെൻഡ് എന്ന് വെച്ചാൽ പുള്ളി ഇടയ്ക്ക് ഇപ്പോൾ ഫോൺ വരും, എവിടെ ഉണ്ടെന്ന് ചോദിക്കും. ഇവിടെ ഉണ്ട്, എടാ എനിക്കൊരു പാട്ട് സീനിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യണം, അപ്പോൾ ചെയ്യാം, വരാമെന്ന് പറയാം. എടാ ഈ ഒരു സീനിൽ ആര് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല, നീ ചെയ്യാം പറയാം. അതൊക്കെയാണ് 2 കൺട്രീസ്, മായാമോഹിനി, അതൊക്കെ സ്നേഹപൂർവ്വം ചെയ്യാണ്. പിന്നെ പണ്ട് വൈറ്റ്ലയിൽ ഒരു ഹോട്ടലുണ്ട്, വൈറ്റ്ല ജംഗ്ഷൻ. നമ്മൾ ഇപ്പോൾ ഒലീവൊക്കെ നിൽക്കുന്നില്ലേ, അതിനപ്പുറത്ത് ഒരു ബേക്കറി ഒക്കെ ഉണ്ട്. ഇപ്പം അത് ഓൾമോസ്റ്റ് ഇതായി. അപ്പോൾ ഭയങ്കര ഫേമസ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഓർക്കിഡ് എന്നൊരു ഹോട്ടലുണ്ട്. ആ ഓർക്കിഡ് സിനിമാക്കാരൻ്റെ താവളമായിരുന്നു 20-25 ഇയേഴ്സ് ബാക്ക്. അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ നിസാറ്, അങ്ങനെ അന്ന് വന്ന കുറേ ഡയറക്ടേഴ്സ്, എഴുത്തുകാർ, ബാസി മാങ്കുഴി, അങ്ങനെ കുറേ പേര് കാണും. കമൽ സാറ്, കുറേ പേര് കാണും. എനിക്ക് ദിലീപിനെ അവിടെ നിന്ന് അറിയാം. ആ ഓർക്കിഡ് എന്ന ലോഡ്ജിൽ നിന്ന് എനിക്കറിയാം. അവിടെ നിന്നുള്ള കണ്ട് ആയി പിന്നെ അത് ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. അപ്പോൾ ഇപ്പം ഞാൻ കമൽ സാറ് പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മനസ്സിലുള്ള വിഷമം എന്താണെന്ന്. ഐ കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മോശ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായും. അപ്പോൾ നേരത്തെ പറഞ്ഞു അധികം സൗഹൃദങ്ങളില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദിലീപ് നല്ല സൗഹൃദങ്ങളിലൊന്നാണ്. വേറെ സൗഹൃദങ്ങളുണ്ടോ മലയാള സിനിമയിൽ? അങ്ങനെ ഇല്ല. ഇങ്ങനെ ഒരു ഇല്ല. ഒരാളുണ്ട്, റോഷൻ ആൻഡ്രൂസ്, സംവിധായകൻ. വേറെ ഇല്ല. എല്ലാവരുമായിട്ടും ഉണ്ട്. പിന്നെ വേറെ ആളുകളുണ്ട്, വെരി ഫ്യൂ ആണ്. അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. എന്തെങ്കിലും ഞാൻ ലിസ്റ്റ് പറയുന്നത് പ്രജോത് കലാഭവൻ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. റോഷൻ ആൻഡ്രൂസ്, ദിലീപ്, ലാൽ സാർ ഒരിക്കലും അങ്ങനെ ഫ്രണ്ട് അല്ല, ഗുരുവാണ്. അത് വെറുതെ പറയണമെങ്കിൽ പറയാം.
അത്രയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പുള്ളിയുടെ നമുക്ക് എപ്പോഴും ഒരു അങ്ങനല്ല ഫ്രണ്ട് അത് ഒരുപാട് സിനിമകളിൽ, മലയാള സിനിമകളിൽ ഇപ്പോഴ് പുറത്ത് വരാനിരിക്കുന്നുള്ളൂ, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ പ്രോജക്റ്റുകൾ അതൊക്കെയാണ്. ജിത്തു മാധവന്റെ പൈങ്കിളി ഫഹദ് ഫാസിൽ പ്രൊഡക്ഷന്റെ അതിലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മലയാളത്തില് ഗോകുലം ഗോപാലിന്റെ പുതിയ പ്രൊജക്റ്റിലുണ്ട്. അത് ഒരുപാട് നടക്കുന്നുണ്ട്. ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്തോ ഒരു ഒളിച്ചു വെക്കാറുണ്ട്, എന്തോ ഒരു ഇത് അതിലുണ്ട്. അതോടെ പറയാതിരിക്കണം. അതുകൊണ്ട് സുന്ദർസിയുടെ തമിഴ് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ അത് റണ്ണിങ്. ബാക്കി വരുമ്പോ പറയാം വിശേഷങ്ങൾ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യുമോ? അതിനൊക്കെ ആഗ്രഹമുണ്ട്. അത് പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതിരിക്കില്ല. അതും സമയം വരുമ്പോൾ ചെയ്യാം. അപ്പം എടുക്കുമ്പം മറ്റേ രജനീകാന്ത്, കമലഹാസൻ എല്ലാവരും ഉണ്ട് ഇവിടെ, മോഹൻലാൽ, മമ്മൂട്ടി. അപ്പം അങ്ങനെയുള്ള സൂപ്രധാന സത്യമായിട്ട് അറിയില്ല. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാണ്, ആ സ്ക്രിപ്റ്റിൽ ആരാണോ അവരായിരിക്കും. പിന്നെ സിനിമയിലെ ഗുരുക്കന്മാർ തന്ന വലിയ വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളായിരിക്കണം ഒരുപക്ഷെ ഈ പിന്നെ റിയാസിനെ ഇങ്ങനെ എങ്ങനെ മറ്റുള്ളവർക്ക് പെരുമാറണം എന്ന് പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും അതില്ലാതെ നടക്കില്ല. അതാണ് ഞാൻ ഇപ്പോഴും പറയണത്. ഞാൻ അങ്ങോട്ട് പറയണം. ഇനി അവര് അതുകൊണ്ട് വേറൊരു ജനറേഷന് പോകണം. ഈ ജനറേഷന് മാറി ഈ പ്രോസസ്സിലേക്ക് പോകണം. അതെ. അപ്പോൾ നമ്മൾ ആരെയും അഡ്വൈസ് ചെയ്യുന്നതല്ല, പഠിപ്പിക്കുന്നതല്ല. പക്ഷേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇതാണ് വഴി, ഗോ ഇൻ ദിസ് പാത്ത്. പിന്നെ അത് അവരുടെ രീതിയിൽ പ്രസന്റ് ചെയ്ത് പോകണം. അല്ല, അതൊരു വലിയ പാഠമാണ്. പിന്നെ പക്ഷെ ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ തുടങ്ങുമ്പം ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച കാര്യമാണ് പറഞ്ഞത്. അന്ന് തുടങ്ങിയ സൗഹൃദത്തിൽ ഇന്നും അതേപോലെ ഒരു കാണുമ്പോഴൊരു സ്നേഹവും അങ്ങനെ ഹൃദയത്തോട് ചേർത്തെത്താനൊക്കെ ഒരു ആവേശമൊക്കെ കാണിക്കുന്ന ഇത്തരം പാഠങ്ങളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞില്ല. നാളെ പിന്നെ റിയാസ് വലിയ നടനായി മാറും, ഇതിനേക്കാൾ വലിയ വലിയ വേഷങ്ങൾ വരും. ഒക്കെ ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നിടത്ത് ഇങ്ങനെ ആളുകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു താരം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് റിയാസിന്റെ വിജയം. എല്ലാ ഭാവുകങ്ങളും നേരും. താങ്ക് യു സുരേഷ്.